രാമുണ്ണി മേനോന്റെ വീട് കൊള്ളയടിച്ചത് പ്രഭു ഉൾപ്പെടെയുള്ള ഒരു ഗാങ് ആണെന്നുള്ളതിന് വേണ്ട തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഭീകര സംഘങ്ങളുടെ പ്രവർത്തന രീതി വെച്ച് നോക്കുമ്പോൾ ഒരാളെ പിടികൂടുന്ന അപകടമാണ്. കൂട്ടത്തോട് അവറ്റകളെ പിടികൂടണം. സുവർണ ഹോട്ടലായിരിക്കും ഇവിടെ രഹസ്യ സങ്കേതം, അതിന് സംശയമില്ല. പ്രതാപനെ കൊന്നതും അവിടെ വെച്ച് തന്നെ ആയിരിക്കണം. ഇനി എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് കടന്നുകൊണ്ട് അതാണ് എന്റെ അടുത്ത ശ്രമം. അത് അപകടമല്ലേ? രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതമേ അപകടം നിറഞ്ഞതാണ്. ആ കാർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം. ഹലോ ഹലോ, യെസ് സർ, യെസ് സർ, കൃഷ്ണപിള്ള സ്പീക്കിംഗ്. എന്താ വിശേഷം? കാർ കണ്ടുപിടിച്ചു. കാർ കണ്ടുപിടിച്ചോ? സർ, നമ്പർ അതല്ല, മുൻവശത്തെ മഡ്ഗാർഡിന്റെ അവിടെ കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്. കാറിൽ വന്നതാരാണ്? ഒരു സ്ത്രീ തന്നെയാണ് ഓടിച്ചോണ്ടുവന്നത്. എന്താ സ്ത്രീയോ? ഓടിച്ചോണ്ടുവന്നതോ? നമ്മുടെ പബ്ലിക് പാർക്കിന്റെ അവിടെ ഒരു ശ്രീകൃഷ്ണ പ്രതിമയുണ്ടല്ലോ, ഒരു പശുവിനെ പിടിച്ചോണ്ട് അതിന്റെ അടുത്ത് കിടപ്പുണ്ട്. പിന്നെ കൃഷ്ണപിള്ള അവിടെ തന്നെ നിൽക്കണം. യെസ് സർ. എങ്ങും പോകരുത്. യെസ് സർ. ഞാനിപ്പോ വന്നേക്കാം. യെസ് സർ. മേത്ത് വീണായിരുന്നില്ല. എന്തുവാ പേര്? നാരായണൻ എന്റെ പേര്. അവിടെ താനിങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ അവിടെ കുത്തിയിരുന്ന ആരെങ്കിലും ഒന്ന് വായിക്കുവോ? ഇതിനൊരു വിധമുണ്ട് കേട്ടോ. കടമൂട് കടല, കടലാണിക്കടല, കടിക്കുമ്പം ചിരിക്കുന്ന കടല, ചൂടുള്ള കടല, ഒരു വിളി വിളിക്കണം. അപ്പൊ അത് വരും, വാങ്ങിക്കും, കൊണ്ടുപോകും. എന്താ പേര്? നാരായണ. നാരായണ, ഇതിനെന്തോ വില? ഇത് 5 പൈസക്ക് എടുക്കാം. എന്താ രുചി? ഇതോ അത് 10 പൈസക്ക് തരാം. 10 പൈസ കുറച്ച് ജാസ്തിയാണ്. ഈ തൊളിച്ചോ 15 പൈസക്ക് തരാം. എടുക്കട്ടെ. ഇതോ അത് 3 പൈസക്ക് 2 തരാം. വെള്ളമുണ്ടോ? അപ്പോഴേ നിങ്ങൾ കടലയും കപ്പലന്റെ ഒന്നും വാങ്ങിക്കുന്നില്ലേ? ഇതെന്താ ഒരു സ്വാദ് തോന്നിക്കുന്നില്ല. സാമ്പിൾ എന്നും പറഞ്ഞ് ഇതെല്ലാം വാരി വിഴുങ്ങി വെച്ച് 10 പൈസക്ക് കൂടെ മേടിക്കാൻ കുത്തിയിരിക്കണം. കൃഷ്ണനാണോ? രഹസ്യ പോലീസിലാണോ? ഇത് വിൽക്കാൻ ലൈസൻസുണ്ടോ? ഈ കാറിൽ വന്ന സ്ത്രീ ഇവിടെ പോയി. പാർക്കിലോട്ട് കയറിപ്പോയി. അവരുടെ വേഷമൊക്കെ എങ്ങനെ? ശരീരത്തിന് വേണ്ട ജൗളിയൊക്കെ ഉണ്ടോ? ജൗളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലയോ? ജൗളി കടാന്ന് വെച്ചാണെന്നാ? തുണിക്കട. അവരുടെ ശരീരത്തിന് കയ്യിലും കാലിലും ഒക്കെ പ്രതിയെ പിടികിട്ടി. ഞാനല്ല പ്രതി. കള്ളനെ പോലെ പുറകെ വന്ന് പാത്തും പതുങ്ങി നിൽക്കുന്ന ആളാണ് പ്രതി. ഒരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥന്റെ പടം വരയ്ക്കാൻ ആര് പറഞ്ഞു? ഞാൻ വരച്ചതല്ല. പിന്നെ ഇത് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും ഒപ്പിയെടുത്തതാണ്. ഒരു ഫോട്ടോ പോലും ഇല്ലാതെ ഇത്ര ഭംഗിയായി വരയ്ക്കാൻ ശോഭയ്ക്ക് കഴിയുന്നല്ലോ. എല്ലാവരുടെയും പടം ഫോട്ടോ നോക്കാതെ വരയ്ക്കാൻ കഴിയില്ല. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപങ്ങൾ മാത്രം വരയ്ക്കാം. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപം മാത്രം പോരാ, ആത്മാവിൽ ഒരു ക്യാൻവാസും അന്ധസൗന്ദര്യത്തിന്റെ ചായത്തുലികയും വേണം. സ്വപ്നങ്ങൾ അവിടെ ചിത്രം വരയ്ക്കും. ഓ, പോലീസുകാരന് എങ്ങനെ കലാസങ്കല്പമുണ്ടായി? ആഹാ, എന്നെ ആക്ഷേപിക്കുന്നു. എന്നെ മാത്രമല്ല, എന്റെ വർഗത്തെയും ആക്ഷേപിച്ചിരിക്കുന്നു. ശോഭയാണോ ആ അംബാസഡർ 5335 വന്നത്? അതെ. തനിച്ചായിരിക്കും ഓടിച്ചു വന്നത്? അതെ. ആ ഡ്രൈവർ 2 ദിവസങ്ങളായി പിണങ്ങിപ്പോയി. തനിച്ചാണ് ഓടിച്ചതെന്ന് അതിന്റെ മഡ്ഗാർഡ് ഞണങ്ങിയിരിക്കുന്ന കണ്ടപ്പോ മനസ്സിലായി. അയ്യോ, ഞാൻ ഓട്ടിച്ച് ഇടിച്ചതല്ല, ആ പ്രഭചേട്ടൻ കൊണ്ട് ഇടിച്ചതാണ്. എപ്പോ? ഇന്നലെ രാത്രി. ഓഹോ. ശോഭ വയ്ക്കുള്ളൂ. അയ്യോ, ടയർ പഞ്ചറായല്ലോ. സാരമില്ല, ശോഭ ഞാൻ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോയി വിടാം. കാറ് വീട്ടിലെത്തിക്കാൻ ഏർപ്പാട് ചെയ്യാം. പാർക്കിലിരിക്കുന്ന പെയിന്റിംഗ് അതൊന്നും സാരമില്ല, എല്ലാം ഭദ്രമായി അവിടെ വന്നു ചേരും. വരൂ.
നമസ്കാരം. ഒരു സാറ് പറഞ്ഞു ഈ കാറിന് കാറ്റടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടാൻ. ആ സാർ എവിടെ പോയി? ആ സാറ് കൂലിയും തന്നിട്ട് അങ്ങോട്ട് പോയി. യോഗ്യനായ ഒരു സാറ്. ഇവരാണോ കാർ കൊണ്ടുവന്നത്? അതേ യജമാനെ, ഞാൻ കുറെ കാലം മിലിറ്ററിയിൽ ഡ്രൈവറായിരുന്നു. പിന്നീട് പലയിടത്തും നിന്ന് ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് യജമാനെ. ഇവൻ എന്റെ മോനായ യജമാനെ. ഒരു ഡ്രൈവറെ വേണമായിരുന്നു. സൂക്ഷിച്ച് ഓട്ടിക്കുമോ? കൊള്ളാം, അച്ഛൻ സൂക്ഷിപ്പാണ് ജോലി. പിന്നെ ഒരു ചെറിയ തകരാറേ ഉള്ളൂ, സ്പീഡ് അല്പം കുറവാ. അതുകൊണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പിടിക്കുമോ? അങ്ങനെ തന്നെ വേണം ഓട്ടിക്കാൻ. ശരി, നിങ്ങൾ ഇവിടെ നിന്നോളൂ. അച്ഛാ, ഞാനങ്ങോട്ട് പോട്ടെ. വേഗം പോടാ മോനെ, നിന്റെ അമ്മയുടെ കാര്യം നല്ലപോലെ നോക്കിക്കോണം. കുഞ്ഞെ, ഞാൻ അച്ഛനെ കുഞ്ഞിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക. വേണ്ട പോലൊക്കെ നോക്കിക്കോണേ. ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. നീ പോടാ, എന്റെ കുഞ്ഞുള്ളപ്പോ എനിക്ക് ഒരു കഷ്ടവും ഉണ്ടാവില്ല. നല്ല കുഞ്ഞ്, പൊന്നും കുഞ്ഞ്, കിളിക്കുഞ്ഞ്. അച്ഛന്റെ അനുഭവത്തോടുകൂടിയാണോ ശോഭ ഈ തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നത്? നിന്നെപ്പോലെ തോന്നിവാസങ്ങളൊന്നും ശോഭ കാണിക്കുന്നവളല്ല. പിന്നെ ശിവശങ്കറിന്റെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ടൗണിൽ കൂടി ചുറ്റുന്നതോ? നീ ശോഭയ്ക്ക് ചിന്ത ധരിച്ചു? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ആരും പറഞ്ഞു കേട്ടതല്ല. ശോഭേ, നീ ശിവശങ്കറിന്റെ മോട്ടോർ സൈക്കിളിന്റെ പുറകിൽ നിന്നാണോ സന്ധ്യ കഴിഞ്ഞ് ഇവിടെ എത്തിയത്? കാറ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അദ്ദേഹം അതുവഴി വന്നു. എന്നെ മോട്ടോർ ബൈക്കിൽ കൊണ്ടുവന്ന് ഇവിടെ വിട്ടു. കേട്ടില്ലേ മീനാക്ഷി, നിന്റെ മകളുടെ സംസ്കാരം? ശിവശങ്കരൻ ഒരു യോഗ്യനാണ്. ഈ നാട്ടിൽ ധാരാളം യോഗ്യന്മാരുണ്ട്. അവരുടെയൊക്കെ മോട്ടോർ സൈക്കിളിന്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്യാനാണോ നിന്റെ മോളെ വിട്ടിരിക്കുന്നത്? നിനക്കിഷ്ടമാണെങ്കിലും എനിക്കിഷ്ടമല്ല. എന്റെ മകനെ വിവാഹം ചെയ്യേണ്ടവനാണ് അവൻ. പ്രഭ ശോഭയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അവൾക്കും ഇഷ്ടമല്ല. ആരുടെയും ഇഷ്ടത്തിനും സമ്മതത്തിനും വേണ്ടി ഞാൻ കാത്തു നിൽക്കാൻ പോകുന്നില്ല. ശോഭയുടെ പേരിൽ എനിക്കും ചില അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. ശോഭയെ, മേലിൽ ഡ്രൈവറെ കൂടെ ഒറ്റയ്ക്ക് നീ കാറിൽ പോകരുത്. പിന്നെ ഒരാഴ്ചക്കകം ശോഭയുടെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മീ? അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ അമ്മേ? മോളെ, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പ്രഭ നിന്നെ വിവാഹം ചെയ്യുകയില്ല. അമ്മേ, ശിവൻ ചേട്ടനെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലേ. സ്നേഹത്തിന്റെ വില എന്താണെന്ന് എനിക്കറിയാം. സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഒരിക്കൽ സർവസ്വം ഉപേക്ഷിച്ചവളാണ് ഞാൻ. എന്റെ മകൾക്ക് വേണ്ടി വന്നാൽ ഒരിക്കൽ കൂടി ഞാൻ റോഡിലേക്ക് ഇറങ്ങിക്കൊടുക്കും. അമ്മേ, നിന്റെ അച്ഛനെ ഉടനെ വിവരം അറിയിക്കാം. ശിവശങ്കരൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അതും എനിക്കറിയാം.